അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ആദം ഇബ്ലീസ് സംഭവമാണ് ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ വിവരിക്കുന്നത്. അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കമായി ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ആദമിനെ ആദരിച്ചുകൊണ്ട്, അതായത് മനുഷ്യനെ ആദരിച്ചുകൊണ്ട് മനുഷ്യന് പ്രണാമമർപ്പിക്കാൻ മലക്കുകളോടും ഇബ്ലീസിനോടും ആവശ്യപ്പെടുകയുണ്ടായി. ഇബ്ലീസ് അതിന് തയ്യാറായില്ല. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഇബ്ലീസ് തൻ്റെ നിലപാട് പറയുന്ന 2 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. താനാണ് വലിയവൻ, താൻ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ്റെ മുമ്പിൽ തലകുനിക്കാൻ താനില്ല എന്ന ധിക്കാര മനോഭാവവും താൻ പ്രമാണിത്വവുമായിരുന്നു ഇബ്ലീസിൻ്റേത്. അവൻ്റെ അഹങ്കാരം അള്ളാഹുവിൻ്റെ പരമാധികാരത്തെയും അള്ളാഹുവിൻ്റെ അറിവിനെയും ചോദ്യം ചെയ്യുന്ന മഹാധിക്കാരത്തിലേക്ക് അവനെ എത്തിച്ചു. ആ ധിക്കാരമാണ് മനുഷ്യനെ പരമാവധി വഴികേടിലേക്കാൻ അന്ത്യനാൾ വരെ താൻ ശ്രമിക്കുമെന്ന് അള്ളാഹുവിനോട് തന്നെ വെല്ലുവിളിയുടെ ശൈലിയിൽ പറയാൻ അവനെ പ്രേരിപ്പിച്ചത്. ഈ കാര്യമാണ് ഇന്ന് പഠിക്കുന്ന 61, 62 ആയത്തുകളിൽ പറയുന്നത്. വൈദ് ഖുൽനാലിൽ മലായിക്കത്തി, മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം. അള്ളാഹു ആ സന്ദർഭത്തെ വിവരിക്കുകയാണ്. നാം മലക്കുകളോട് കൽപ്പിച്ച സന്ദർഭം എന്താണ്? അള്ളാഹു മലക്കുകളോട് അള്ളാഹുവിൻ്റെ രാജസദസ്സിൽ വെച്ച് കൽപ്പിച്ചത് ഉസ്ജുദൂലി ആദമ, ആദമിന് നിങ്ങൾ പ്രണാമമർപ്പിക്കുക, ആദമിന് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കുന്ന പോലെ നമസ്കാരത്തിലേതുപോലെയുള്ള സുജൂദിൽ വീഴുക എന്ന അർത്ഥത്തിലാവണമെന്നില്ല ഇവിടെ അള്ളാഹു ആവശ്യപ്പെടുന്ന സുജൂദ്. മറിച്ച് ആദമിനെ ബഹുമാനിച്ചുകൊണ്ട്, അതായത് അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യന് ബഹുമാനവും ആദരവും നൽകിക്കൊണ്ട് മനുഷ്യനെ വണങ്ങുക എന്നായിരിക്കണം അള്ളാഹു കൽപ്പിച്ചത്. ഫസജദു, അപ്പോൾ അവർ സുജൂദ് ചെയ്തു. മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ആദമിന് പ്രണാമം അർപ്പിച്ചു. ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. ഇവിടെ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല എന്ന് പറയുന്നതിൽ ഒരു ചോദ്യം സാധാരണ ഉന്നയിക്കപ്പെടാറുണ്ട്. ഇബ്ലീസ് മലക്കുകളിൽപ്പെട്ടവനല്ലല്ലോ, ഇബ്ലീസ് ജിന്നുകളിൽപ്പെട്ടവനാണ് എന്ന് കൃത്യമായി ഖുർആൻ വ്യക്തമാക്കുന്നു. പിന്നെ എന്തിനാണ് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല എന്ന് പറഞ്ഞത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിൻ്റെ ഉത്തരമായി പറയാനുള്ളത് ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ എന്ന് പറഞ്ഞതിലെ ഇല്ല ഒഴികെ എന്ന പ്രയോഗമാണ് ഇവിടെ ഇങ്ങനെ ഒരു സംശയത്തിന് ഇടവരുത്തുന്നത്. ഇല്ല എന്നത് അറബിയിൽ മുത്തസിലായും മുൻഫസിലായും പ്രയോഗിക്കും. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വരുന്നത്, മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്നത് എന്നർത്ഥം. ഉദാഹരണത്തിന് ഒരു ഗ്രൂപ്പിലെ എല്ലാ ആളുകളെയും ഒരു സ്ഥലത്തേക്ക് വിളിച്ചു, എല്ലാ ആളുകളും വന്നു, ഒരാൾ മാത്രം വന്നില്ല. അപ്പോൾ അതിനെ എങ്ങനെ പറയും? എല്ലാ ആളുകളും വന്നു, ഒരാൾ ഒഴികെ എന്ന് പറഞ്ഞാൽ അവിടെ ഒഴികെ എന്നതിന് ഇല്ല എന്ന് അറബിയിൽ ഉപയോഗിച്ചാൽ അത് മുത്തസിലായ ഇല്ലയാണ്. കാരണം വിളിച്ച ആളുകളെല്ലാവരും ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. എന്നാൽ മറ്റൊരു ഉദാഹരണത്തിൽ വിദ്യാർത്ഥികൾ എല്ലാവരും വന്നു, വേലക്കാരൻ ഒഴികെ എന്ന് പറഞ്ഞാൽ അവിടെ ഒഴികെ എന്നതിന് ഇല്ല എന്ന് ഉപയോഗിച്ചാൽ അത് മുൻഫസിലാണ്. കാരണം വിദ്യാർത്ഥികളുടെ വർഗത്തിൽപ്പെട്ടവനല്ല വേലക്കാരൻ, പക്ഷേ വിദ്യാർത്ഥികളോടൊപ്പം വേലക്കാരനെയും അവിടെ വിളിച്ചിരുന്നു. അതുപോലെ മലക്കുകളോടൊപ്പം ഇബ്ലീസിനോടും അള്ളാഹു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിരുന്നു. അതിവിടെ പ്രത്യേകം എടുത്തു പറയുന്നില്ല. എന്നാൽ ഖുർആനിൽ ഈ സംഭവം പറയുന്ന മറ്റ് ചില സൂറത്തുകളിൽ അള്ളാഹു അത് വ്യക്തമായി ഇബ്ലീസിനോട് ചോദിക്കുന്നുണ്ട്. മാ മനഅക അല്ലാ തസ്ജുദ ഇത് അമർത്തുക, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ നീ സുജൂദ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് എന്ന് അള്ളാഹു ഇബ്ലീസിനോട് ചോദിക്കുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അള്ളാഹു ഇബ്ലീസിനോടും സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ എന്നതിലെ ഇല്ല മുൻഫസിലാണ്. കാരണം മലക്കുവർഗത്തോട് മാത്രമല്ല ജിന്നു വർഗത്തിൽപ്പെട്ട ഇബ്ലീസിനോടും അള്ളാഹു അത് കൽപ്പിച്ചിരുന്നു. മുൻഫസിലായ ഇല്ലക്ക് ഖുർആനിൽ തന്നെയുള്ള മറ്റൊരു ഉദാഹരണം പറയാം കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി.
ലാ യസ്മഊന ഫീഹ ലഗ്വൻ വലാ തഅസീമ, സ്വർഗത്തിൽ ചീത്തയായ കാര്യങ്ങളൊന്നും കേൾക്കുകയില്ല. ഇല്ല ഖീലൻ സലാമൻ സലാമ, സമാധാനത്തിൻ്റെ സലാമിൻ്റെ വാക്കുകളല്ലാതെ. ചീത്ത കാര്യങ്ങളൊന്നും കേൾക്കുകയില്ല നല്ല വാക്കുകളല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല എന്നത് നേരത്തെ പറഞ്ഞ പോലെ മുൻഫസിലാണ്. കാരണം ചീത്ത കാര്യങ്ങളിൽ പെട്ടതല്ലല്ലോ, ആ വർഗത്തിൽ പെട്ടതല്ലല്ലോ. പിന്നീട് പറഞ്ഞ നല്ല കാര്യങ്ങൾ, സലാമൻ സലാമൻ എന്ന് പറഞ്ഞ നല്ല വാക്കുകൾ അതിൽപ്പെട്ടതല്ല. അതുപോലെ തന്നെയാണ് മലക്കുവർഗത്തിൽപ്പെടാത്ത ഇബ്ലീസ് ഒഴികെ എന്നതിന് ഇല്ല എന്ന് പ്രയോഗിച്ചത്. സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചില്ല എന്ന് മാത്രമല്ല, ഖാല, അവൻ പറഞ്ഞു, അസ്ജുദു ലിമൻ ഖലഖ്ത തീന, നീ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരുവന് ഞാൻ പ്രണാമമർപ്പിക്കുകയോ? ഞാൻ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനായിരിക്കെ മണ്ണുകൊണ്ട് നീ സൃഷ്ടിച്ച ഒരുവന് ഞാൻ ആദരവും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് ഞാൻ ചെറുതാവുകയോ? അതിന് എന്നെ കിട്ടില്ല. ഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, തുടർന്ന് പറഞ്ഞു, അറഅയ്തക, നീ കണ്ടുവോ, നീ കരുതിയോ എന്ന് അള്ളാഹുവിനോട് ഇബ്ലീസ് ചോദിക്കുകയാണ്. എന്ത്? ഹാദല്ലദീ കറംത അലയ്യ, എന്നെക്കാൾ നീ ശ്രേഷ്ഠത നൽകിയ ഇവനെക്കുറിച്ച് നീ കരുതിയോ? എന്നെക്കാൾ നീ ശ്രേഷ്ഠത നൽകിയ ഈ മനുഷ്യനെക്കുറിച്ച് നീ കരുതിയോ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചാൽ, ഇവനെക്കുറിച്ച് നീ കരുതിയോ? അങ്ങനെ ചോദിച്ചാൽ ഇവൻ അതിന് അർഹനാണെന്ന് അള്ളാഹുവെ നീ കരുതുന്നുവല്ലേ എന്നാണ്. എന്നെക്കാൾ നീ ഈ മനുഷ്യന് ശ്രേഷ്ഠത നൽകുമ്പോൾ അവൻ എന്നെക്കാൾ ശ്രേഷ്ഠനാവാൻ യോഗ്യനാണെന്നാണല്ലേ നീ മനസ്സിലാക്കുന്നത് എന്ന് ഇബ്ലീസ് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, സർവാധികാരിയായ അള്ളാഹുവിൻ്റെ പരമാധികാരത്തെയും അറിവിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ധിക്കരിക്കുകയാണ് ശപിക്കപ്പെട്ട ആ പിശാച് അവിടെ ചെയ്തത്. എന്നിട്ട് അവൻ അള്ളാഹുവിനെ വെല്ലുവിളിച്ചു, ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ, എന്നെ നീ അന്ത്യനാൾ വരെ പിന്തിച്ചാൽ, എനിക്ക് അന്ത്യനാൾ വരെ നീ അവസരം തരികയാണെങ്കിൽ, ല അഹ്തനിക്കന്ന ദുരിയതഹു, ഇവൻ്റെ മക്കളെ, ഇവൻ്റെ സന്തതികളെ ഞാൻ കടിഞ്ഞാണിടുക തന്നെ ചെയ്യും. ദുരിയതഹു എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സന്തതികൾ, അതായത് ആദം മക്കൾ, മനുഷ്യർ എന്നർത്ഥം. എഹ്തനക്ക എന്നാൽ വായിൽ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്നതിനാണ് പറയുക. ഹനക്ക് എന്ന് പറഞ്ഞാൽ വായ് എന്നാണ് അർത്ഥം. കഴുതയുടെയും കുതിരയുടെയും ഒക്കെ വായിൽ കടിഞ്ഞാണിട്ടുകൊണ്ടാണല്ലോ അതിനെ നിയന്ത്രിക്കുക. അങ്ങനെ കഴുതയെ തൻ്റെ വരുതിയിൽ നിർത്തുന്ന പോലെ ഇവൻ്റെ മക്കളെ, മനുഷ്യ മക്കളെ ഞാൻ എൻ്റെ നിയന്ത്രണത്തിലാക്കി നിൻ്റെ മാർഗത്തിൽ നിന്ന് അകറ്റും എന്നാണ് ഇബ്ലീസ് വെല്ലുവിളിക്കുന്നത്. ഇല്ല ഖലീലൻ, കുറച്ചാളുകൾ ഒഴിച്ച്, മനുഷ്യരിൽപ്പെട്ട കുറച്ച് ആളുകളെ മാത്രം എനിക്ക് വഴിപിഴപ്പിക്കാൻ കിട്ടുകയില്ല. നിന്റെ മാർഗത്തിൽ, നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന കുറച്ചു പേരുണ്ടായേക്കാം എനിക്ക് പിടിക്കാൻ പറ്റാത്തവരായി. ബാക്കി അധിക മനുഷ്യരെയും ഞാൻ പിടിക്കുക തന്നെ ചെയ്യും എന്ന് പിശാച് പറയുകയാണ്. ഇല്ല ഖലീലൻ, കുറച്ചു പേരൊഴികെ എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് 65-ാമത്തെ ആയത്തിൽ അവരാരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.